എല്ലാവർക്കും മുത്തശ്ശി കഥകളിലേക്ക് സ്വാഗതം. ഖണ്ഡവവനം ദഹിപ്പിക്കുമ്പോൾ 6 പേരാണ് രക്ഷപ്പെട്ടത് എന്ന് കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞു വെച്ചു. അതിൽ ശാർംഗക പക്ഷികളുടെ കഥ ഈ പ്രാവശ്യം പറയാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. ഖണ്ഡവവനം ദഹനം കഥ ഇതിനു മുമ്പ് കഴിഞ്ഞ ബുധനാഴ്ച പറഞ്ഞിട്ടിട്ടുണ്ട്. അത് കേൾക്കാത്തവർ അത് കേട്ടിട്ട് ഇത് കേൾക്കൂ. ഖണ്ഡവവനം മുഴുവനും ഒരുപാട് സ്ഥലത്ത് വലിയൊരു വനമാണ് ഖണ്ഡവവനം. അത് മുഴുവനും ദഹിച്ചു. അതിനുണ്ടായിരുന്ന ജീവികളും മരങ്ങളും എന്തൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നശിച്ചു. അതിൽ 6 പേര് മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ എന്ന് അവസാനം പറഞ്ഞു വെച്ചു. ആരൊക്കെയാണ് രക്ഷപ്പെട്ടത്? മയൻ എന്ന അസുര ശില്പി, പിന്നെ തക്ഷകൻ്റെ പുത്രനായ അശ്വസേനൻ, പിന്നെ 4 പക്ഷിക്കുഞ്ഞുങ്ങൾ. മയൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് വെച്ചാൽ ശരണാഗതി അടഞ്ഞു. കൊല്ലാൻ തുടങ്ങിയപ്പോൾ കാലിൽ വീണു. അതുകൊണ്ട് ശരണാഗതി അടഞ്ഞാൽ പിന്നെ കൊല്ലാൻ പാടില്ല. പിന്നെ അർജുനൻ മോഹാലസ്യപ്പെട്ട് വീണപ്പോൾ അശ്വസേനനും രക്ഷപ്പെട്ടു. പിന്നെ ഈ പറക്കാൻ പറ്റാത്ത ചിറകുപോലും മുളയ്ക്കാത്ത ഈ കുഞ്ഞു പക്ഷികൾ എങ്ങനെ രക്ഷപ്പെട്ടു എന്നൊരു ചോദ്യം വന്നു അവിടെ. ജനമേജയൻ്റെ ചോദ്യം ആരോട്? വൈശമ്പായനനോട്. കഥ പറയുന്ന ആൾ വൈശമ്പായനനാണ്. ജനമേജയനും കൂടെയുള്ള ആളുകളും ആണ് ഇത് കേൾക്കണത്, ഈ കഥ കേൾക്കണത്. മഹാഭാരതത്തിൻ്റെ കഥ അങ്ങനെയാണ്. അപ്പോൾ വൈശമ്പായനൻ പറയുന്ന കഥയാണ് ഇത്. ഈ കുഞ്ഞ് പക്ഷിക്കുട്ടികളുടെ കഥയാണ് വൈശമ്പായനൻ അപ്പോൾ പറയണത്. മന്ദബാലൻ എന്നൊരു മുനി ഉണ്ടായിരുന്നു. മന്ദബാലൻ. ഒരു മഹർഷി. അദ്ദേഹം ജീവിതകാലം മുഴുവനും ബ്രഹ്മചര്യം അനുഷ്ഠിച്ചു. കഠിന തപസ്സൊക്കെ ചെയ്തു. സമാധി അടഞ്ഞു. അങ്ങനെ ദേഹം ഉപേക്ഷിച്ച് അദ്ദേഹത്തിന് സ്വർഗപ്രാപ്തി ഉണ്ടായില്ല. അതുപോലെ പിതൃലോകത്ത് കഴിയുമ്പോഴും പിതൃലോകത്ത് കിട്ടേണ്ടതായ സുഖങ്ങളൊന്നും അദ്ദേഹത്തിന് കിട്ടിയില്ല എന്നാണ് പറയണത്. അപ്പം മന്ദബാലൻ ധർമ്മരാജാവിനോട്, യമധർമ്മരാജാവിനോടും ദേവന്മാരോടൊക്കെ ഇതിൻ്റെ കാരണം ചോദിച്ചു. ഞാൻ എന്തെല്ലാം മഹർഷിയായിരുന്നു അല്ലേ, അദ്ദേഹം അതിന് ഈ പിതൃലോകത്ത് കിട്ടേണ്ടതായ എല്ലാ സുഖവും അദ്ദേഹത്തിന് കിട്ടേണ്ടതാണ്. അത് എന്തുകൊണ്ടാണ് എനിക്ക് കിട്ടാത്തത്? ഞാൻ മഹർഷിയായിരുന്നു, തപസ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഞാൻ സമാധി അടഞ്ഞത്. എന്നിട്ടും ഇവിടെ വന്നിട്ട് എനിക്ക് കിട്ടേണ്ടതൊന്നും കിട്ടണില്ലല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ യമധർമ്മരാജാവ് കാരണം പറഞ്ഞു. മനുഷ്യന് 3 തരത്തിലുള്ള കടങ്ങളുണ്ട്. ഒന്നാമത്തെ കടം ഋഷികളോട്, മഹർഷിമാരോട്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ കടവും കൊണ്ടാണ് വരുന്നത് എന്നാണ് പറയണത്. നമ്മൾക്ക് ദേഹം കിട്ടുന്നത് തന്നെ ഈ കടങ്ങളുള്ളത് കൊണ്ടാണ് എന്നാണ് ആചാര്യന്മാർ പറയണത്. ഒന്നാമത്തെ കടം ഋഷികളോട്, രണ്ടാമത്തേത് ദേവന്മാരോട്, പിന്നെ തന്നോട് തന്നെയും കടമുണ്ട് എന്നാണ് പറയണത്. ഈ ശരീരം എടുക്കുന്നത് തന്നെ കടമുള്ളത് കൊണ്ടാണ് എന്നാണ്. ഋഷികളോട് നമ്മൾ വേദപഠനം ഒക്കെ ചെയ്തിട്ട് ഋഷികളോടുള്ള കടം വീട്ടണം. അതുപോലെ ദേവന്മാരോടുള്ള കടം യജ്ഞങ്ങൾ, ദേവന്മാർക്ക് വേണ്ട യജ്ഞങ്ങൾ, യാഗങ്ങൾ അതൊക്കെ നടത്തിയിട്ടാണ്, ഹോമങ്ങൾ അതൊക്കെ നടത്തിയിട്ടാണ് നമ്മൾ ദേവന്മാരോടുള്ള കടം വീട്ടേണ്ടത്. പിന്നെ തന്നോട് തന്നെയുള്ള പിതൃക്കടം ഒന്നുണ്ട്. അത് ശ്രാദ്ധാദികൾ കൊണ്ട് പിതൃക്കടം, അത് സന്താനങ്ങളെ കൊണ്ടും ഒക്കെയാണ് പിതൃക്കടം തീർക്കേണ്ടത്. ഇതിൽ ഈ 3ാമത്തെ കടം വീട്ടാൻ പറ്റിയില്ല ഈ മന്ദബാലന്. അതാണ്, അദ്ദേഹം ബ്രഹ്മചാരിയായിരുന്നു, മക്കളില്ല. അപ്പം നമ്മളറിയാതെ അടുത്ത ജന്മത്തിലേക്ക് ഈ കടം
ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയണത്. നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അടുത്ത ജന്മത്തിലേക്കുള്ള കടങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയണത്. അതുകൊണ്ട് നമുക്ക് വീണ്ടും ദേഹം എടുക്കേണ്ടി വരുന്നു ഈ കടങ്ങൾ വീട്ടാൻ. അതാണ് ജീവിതം തന്നെ ഒരു കടം വീട്ടലാണ്. നമ്മുടെ ഈ ജനിക്കുമ്പം മുതൽ മരിക്കുന്നത് വരെയുള്ള ആ ഒരു കാലം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ജന്മത്തെ കടം വീട്ടലാണ്. ഈ കടം വീട്ടുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വീണ്ടും കടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരിടത്തുനിന്ന് മേടിച്ചിട്ട് മറ്റേടത്ത് കൊടുക്കണില്ലേ, അതുപോലെയാണ് ജീവിതം എന്നാണ് ആചാര്യന്മാർ പറയണത്. ഈ മന്ദബാലന് സന്താനങ്ങളില്ലാത്തത് കൊണ്ടാണ് പിതൃലോകത്തെ സുഖങ്ങൾ കിട്ടാതെ പോയത്. പുത്ത് എന്നുള്ള ഒരു നരകമുണ്ടത്രേ. അതാണ് പുന്നാമം എന്നുള്ള നരകം. ആ പുന്നാമമാകുന്ന നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നവനാണ് പുത്രൻ. അതുകൊണ്ടാണ് പുത്രൻ എന്ന് മകന് പേര് ഒരു പര്യായം വന്നത്. അങ്ങനെ ഇത് ധർമ്മദേവൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മന്ദബാലൻ വിചാരിച്ചു, മന്ദബാലൻ പുത്രന്മാർക്ക് വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി ഭൂമിയിൽ ജനിക്കാനും പിന്നെ ഈ കടങ്ങൾ വീട്ടാനും ഒക്കെ ആയിട്ട് ആത്മാവിന് സദ്ഗതി കിട്ടാനും ഒക്കെ ആയിട്ട് ഒരു ജന്മം കൂടി എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം ശാർംഗകപക്ഷിയായിട്ട് ഭൂമിയിൽ ജനിച്ചു എന്നാണ് പറയണത്. ഭൂമിയിൽ ജനിച്ചു. അങ്ങനെ ചെറുതായി വളർന്നു വന്നപ്പോൾ ഒരു ജരിത എന്നൊരു പെൺപക്ഷിയെ കണ്ടുപിടിച്ചു, ഭാര്യയാക്കി, ഇണയായി സ്വീകരിച്ചു. അങ്ങനെ ഖാണ്ഡവ വനത്തിൽ അവർ ഒരിടത്ത് വലിയൊരു മരത്തുമേൽ കൂടുകൂട്ടി അങ്ങനെ സുഖമായിട്ട് താമസിച്ചു. കുറേ കാലം കഴിഞ്ഞപ്പോൾ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായി. 4 മക്കളുണ്ടായി, 4 കുഞ്ഞുങ്ങളുണ്ടായി. അതിനുശേഷം അവരങ്ങനെ കുറേ നാൾ ആ കുഞ്ഞുങ്ങളുണ്ടായി അങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മന്ദബാലനും ഒരു വികടബുദ്ധി തോന്നി. വേറൊരു പക്ഷിയുടെ കൂടെ അങ്ങ് പോയി. ഈ അമ്മയും മക്കളെയും ഇവിടെ ഉപേക്ഷിച്ചിട്ട് ലപിത എന്നൊരു പെൺകിളിയായിട്ട് വേറൊരു വനത്തിലേക്ക് പോയി താമസിച്ചു. അങ്ങനെ ആ കുട്ടികൾ പറക്കാനായിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഖാണ്ഡവ വനം ദഹിപ്പിക്കാൻ ആയിട്ട് ഈ അഗ്നി ഈ അർജുനനെയും കൃഷ്ണനെയും വന്ന് കണ്ടത്, സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് വന്ന് കണ്ടത്. കുട്ടികൾക്ക് പറക്കാനാവണേ ഉള്ളൂ. അങ്ങനെ ഈ ഖാണ്ഡവം ദഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഖാണ്ഡവ വനത്തിന് തീ പിടിച്ച് അത് കണ്ടപ്പോൾ മന്ദബാലന് പെട്ടെന്ന് ഒരു വിചാരം വന്നു. തൻ്റെ ഭാര്യയും മക്കളും ഒക്കെ ഈ ഖണ്ഡവ വനത്തിലാണല്ലോ, ഈശ്വര, ആ കുട്ടികൾക്ക് പറക്കാൻ പറ്റാത്ത കുട്ടികളാണല്ലോ, എന്ത് ചെയ്യും എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു. അഗ്നിദേവനെ നേരിട്ട് വണങ്ങി സ്തുതിച്ചു. അങ്ങനെ അഗ്നിദേവനോട് പറഞ്ഞു, എൻ്റെ സന്താനങ്ങളുണ്ട് ആ ഖണ്ഡവ വനത്തിലൊരു മരത്തിൽ, അവരെ നശിപ്പിക്കരുതേ, അവരെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് അപേക്ഷിച്ചു. അപ്പോൾ അഗ്നി അങ്ങനെ ആവാം, അവരെ നശിപ്പിക്കില്ല, അവരെ രക്ഷിക്കാം എന്ന്, അവർ ഇരിക്കണ ആ കൊമ്പിൽ തീ പിടിക്കില്ല എന്നുള്ള ഒരു വാക്കും കൊടുത്തു അഗ്നിദേവൻ. അപ്പോൾ കുറച്ച് സമാധാനമായി. കാടിനു ചുറ്റും ഇങ്ങനെ തീ പിടിക്കണം, അങ്ങനെ തീ അങ്ങോട്ട് പടർന്ന് പിടിച്ചു. ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞല്ലോ, ഈ അഗ്നിദേവൻ മന്ദബാലന് വാക്ക് കൊടുത്തിരുന്നെങ്കിലും കുട്ടികളെ നശിപ്പിക്കില്ല, രക്ഷിക്കാം എന്നൊക്കെ അഗ്നിദേവൻ മന്ദബാലന് വാക്ക് കൊടുത്തത്. പക്ഷേ ഇവിടെ ഈ ജരിതയും കുട്ടികളും അറിയണില്ലല്ലോ, അവരറിഞ്ഞിട്ടില്ല. മന്ദബാലന് കുറച്ച് സമാധാനമായി. പക്ഷെ ജരിത എന്ത് ചെയ്യും? ജരിതയ്ക്ക് ഈ കുട്ടികളെ എടുത്ത് കൊണ്ടുപോയി രക്ഷിക്കാൻ പറ്റില്ല, വേറെ എവിടെയെങ്കിലും കൊണ്ട് വെക്കാനും ഒന്നും പറ്റില്ല. ഈ പൂച്ചക്കുട്ടികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കടിച്ചു പിടിച്ചെടുത്തുകൊണ്ട് പോകും. ഈ പക്ഷികൾ എന്ത് ചെയ്യും?
കാടിന് ചുറ്റും തീ അങ്ങനെ പടർന്ന് പിടിച്ചിരിക്കുന്നു. ആ അമ്മ കിളിക്ക് ഭയങ്കര പരിഭ്രമമായി. അവൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അച്ഛൻ നമ്മളെ വിട്ട് പോയി, നമുക്ക് ആരും ഒരു തുണയില്ല, നിങ്ങളെ കൊത്തിക്കൊണ്ട് പറക്കാൻ എനിക്ക് ഒരു പ്രാപ്തിയില്ല, കാട്ടുതീയാണെങ്കിൽ പടർന്ന് പിടിക്കുകയും ചെയ്തു. നമ്മൾ ഹൈസ്കൂൾ ക്ലാസ്സിൽ എഴുത്തച്ഛൻ്റെ മഹാഭാരതത്തിൽ നിന്നുള്ള വരികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജരിതയും മക്കളും, അല്ല, കാട്ടുതീയിൽപ്പെട്ട കുടുംബം എന്നൊരു പാഠം. അത് ഈ കഥയാണ്. അപ്പോൾ കിളിക്കുഞ്ഞുങ്ങൾ പറഞ്ഞു, അമ്മ പറന്ന് രക്ഷപ്പെട്ടോളൂ, അമ്മയ്ക്ക് ചെറുപ്പമാണ്, അമ്മയ്ക്ക് ഞങ്ങളെ നഷ്ടപ്പെട്ടാൽ അമ്മയ്ക്ക് വീണ്ടും ഇനിയും മക്കളുണ്ടാവും, അതുകൊണ്ട് അമ്മ പറന്ന് രക്ഷപ്പെട്ടോളൂ, ഞങ്ങൾ മരിച്ചാലും കുഴപ്പമൊന്നുമില്ല, അത് വലിയ സാരമൊന്നുമില്ല, അമ്മ പൊക്കോളൂ എന്ന് പറഞ്ഞു. ജരിതയ്ക്ക് ആകെ സങ്കടമായി. ഈ കുഞ്ഞു കുട്ടികളെ ഇട്ടിട്ട് ഈ കാട്ടുതീയിൽ ഈ കുഞ്ഞു കുട്ടികളെ ഇട്ടിട്ട് എങ്ങനെ പോവാനാണ്? ഒരമ്മയ്ക്ക് അങ്ങനെ തോന്നുമോ? ഇല്ലല്ലോ. അപ്പം അമ്മ പറഞ്ഞു, ഈ മരത്തിൻ്റെ അടിയിൽ ഒരു എലിയുടെ മാളമുണ്ട്, ആ എലിയെ കഴുകൻ കൊത്തിക്കൊണ്ടു പോണത് ഞാൻ കണ്ടു, അപ്പോൾ ആ എലി ആ മാളത്തിലില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയായിട്ട് എങ്ങനെയെങ്കിലും എടുത്തിട്ട് ആ മരത്തിൻ്റെ ചോട്ടിലെ ആ മാളത്തിൽ കൊണ്ട് വെച്ചിട്ട് മണ്ണിട്ട് മൂടാം. അപ്പോൾ പിന്നെ മണ്ണിട്ട് മൂടിയാൽ പിന്നെ തീയ് അങ്ങോട്ട് കടന്നു വരില്ല, ഭൂമിയുടെ അടിയിലേക്ക് തീയ് പിടിക്കില്ല. അതാണ് ജരിത ഉദ്ദേശിച്ചത്. കാട്ടുതീയൊക്കെ കെട്ടടങ്ങി കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ വന്നിട്ട് പുറത്തേക്ക് കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ അച്ഛന് സൽഗതി കിട്ടില്ല. ജരിത അങ്ങനെയാണ് പറയണത്. നിങ്ങൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അച്ഛന് സൽഗതി കിട്ടില്ല. അതുകൊണ്ടാണ് ഞാനീ പറയണത്, നിങ്ങളെ ഞാൻ ഇങ്ങനെ ഈ മാളത്തിൽ കൊണ്ടുവയ്ക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പക്ഷിക്കുഞ്ഞുങ്ങൾ പറഞ്ഞു, എലിയുടെ മാളം അത്ര സുരക്ഷിതമൊന്നും അല്ല അമ്മേ, അവിടെ വേറെയും ജന്തുക്കളുണ്ടാവും, അതിനേക്കാളും ഭേദം ഏതെങ്കിലും ജന്തുക്കൾ പിടിച്ച് തിന്നുന്നതിനേക്കാളും ഭേദം അഗ്നിക്കിരയാവുന്നതാണ്. അതുകൊണ്ട് ഞങ്ങളിവിടെ തന്നെ ഇരുന്നോളാം, അമ്മ വേഗം പറന്നു പോയി രക്ഷപ്പെടൂ എന്ന് പറഞ്ഞു. കാട്ടുതീ അങ്ങനെ പടർന്ന് എത്ര വേഗമാണ്! കാറ്റും കൂടി ഉണ്ടെങ്കിൽ, വായുദേവനും കൂടി അഗ്നിക്ക് കൂട്ടുണ്ടെങ്കിൽ ഒരുപാട് വേഗത്തിൽ തീ പടർന്ന് പിടിക്കും അല്ലേ. മരങ്ങളൊക്കെ അങ്ങനെ മുറിഞ്ഞ് വീണു, ജന്തുക്കൾ കൂട്ടം വിട്ട് കരഞ്ഞ് പ്രാണരക്ഷാർത്ഥം അങ്ങനെ ഓടി പല വഴിയിൽ വീണു വെന്തു മരിക്കണു. ആകെ ഭയാനകമായിട്ടുള്ള ഒരു രംഗമാണ് അപ്പോൾ അവിടെ. ജരിത ഈ കുട്ടികൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു നിവൃത്തിയില്ലാതെ ആ കുട്ടികളെ അവിടെ ഇട്ടിട്ട് തിരിഞ്ഞു നോക്കി പറന്നുപോയി. ഭയങ്കര വിഷമം, മനസ്സിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിഷമം ഉണ്ടാവും ആ അമ്മയ്ക്ക്. അങ്ങനെ ഇടയ്ക്ക് തിരിഞ്ഞു നോക്കി പറന്ന് പോയി, എവിടെയോ പോയി രക്ഷപ്പെട്ടു. കത്തിക്കാളുന്ന അഗ്നി അങ്ങനെ കരഞ്ഞുകൊണ്ട് ആ കിളിക്കുഞ്ഞുങ്ങൾ അങ്ങനെ അവിടെ തന്നെ ഇരുന്നു. പക്ഷേ അവർ അഗ്നിദേവനെ പ്രാർത്ഥിച്ചു. അഗ്നിദേവനെ അവർ ഓരോരുത്തരായിട്ട് സ്തുതിച്ചു എന്നാണ് പറയണത്. ഈ കുഞ്ഞു പക്ഷികളുടെ പേരുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ജരിതാരി, സാരിസൃക്ക്, സ്തംഭമിത്രൻ, ദ്രോണർ എന്നിങ്ങനെയാണ് ഈ പക്ഷികളുടെ കുഞ്ഞു കുട്ടികളുടെ പേര്. അവരെന്ത് ചെയ്തു? ഈ അഗ്നിദേവനെ സ്തോത്രങ്ങളൊക്കെ ചൊല്ലി സ്തുതിച്ച് ഞങ്ങളെ രക്ഷിക്കണേ എന്ന് അപേക്ഷിച്ചു. അങ്ങനെ ആരുമില്ലാത്ത ഈ കുഞ്ഞി പക്ഷികളുടെ പ്രാർത്ഥന അഗ്നിദേവൻ കേട്ടു. അഗ്നിദേവൻ്റെ മനസ്സലിഞ്ഞു. അഗ്നിദേവൻ ആ കിളിക്കുഞ്ഞുങ്ങളെ ഒട്ടും ആ ഭാഗത്തേക്ക് അഗ്നി പടർന്നു പിടിച്ചില്ല, ഒഴിഞ്ഞു മാറിപ്പോയി. വെന്ത് എരിഞ്ഞങ്ങനെ ചാമ്പലായി മാറിക്കൊണ്ടിരിക്കുന്ന ആ വലിയ കാട്ടിൽ ഒരു ചെറിയ ഒരു മരച്ചില്ലയിൽ ഒരു ഉപദ്രവവും ഏൽക്കാതെ ആ കിളിക്കുഞ്ഞുങ്ങളങ്ങനെ എല്ലാം ഈ കാട് ഇങ്ങനെ വെന്ത് ചാമ്പലായി പോണത് ആ കിളിക്കുഞ്ഞുങ്ങളങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു എന്നാണ് പറയണത്. ഇതൊന്നും ഈ കുഞ്ഞു കുട്ടികളെ ഇട്ടിട്ട് ജരിത നിവൃത്തിയില്ലാതെ പറന്നു പോയതും, അതുപോലെ ഈ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ച് അഗ്നിദേവനെ സന്തോഷിപ്പിച്ചതും
അവരെ അഗ്നിദേവൻ രക്ഷിച്ചതും ഒന്നും മന്ദബാലനും അറിഞ്ഞിട്ടില്ല. മന്ദബാലന് ആകെ വിഷമായി. എന്താ കാടിന് ആകെ തീ പിടിച്ചു എന്ന് ഓർക്കുമ്പോൾ തന്നെ പേടിയാണ്. ഈ ജരിതയ്ക്ക് എന്താ ചെയ്യാൻ പറ്റുക? ആ കുട്ടികളുടെ കാര്യം എങ്ങനെയാവും? അഗ്നിദേവൻ വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും എന്നാലും നമുക്കൊരാൾ നമ്മളെ രക്ഷിച്ചോളാം എന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ കാര്യത്തിലാണെങ്കിലും ഒരു വിചാരം ഉണ്ടാവും അല്ലേ? അതുതന്നെയാണ് മന്ദബാലനും ഉണ്ടായത്. ജരിത എങ്ങനെയെങ്കിലും പറന്ന് രക്ഷപ്പെടും. പറക്കാൻ പറ്റാത്ത ഈ കുഞ്ഞു കുട്ടികൾ എന്ത് ചെയ്യും? ചിറക് പോലും മുളച്ചിട്ടില്ല അവർക്ക് എന്നൊക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ രണ്ടാം ഭാര്യ ഉണ്ടല്ലോ, ലഭിതയ്ക്ക് ദേഷ്യം വന്നു. നിങ്ങൾ എൻ്റെ മുമ്പിൽ വെച്ച് പഴയ ഭാര്യയെയും കുട്ടികളെയും ഓർത്ത് ദുഃഖിക്കുന്നത് എന്നെ നിന്ദിക്കുന്നതിന് തുല്യമാണ് എന്ന് പറയുക ലഭിത. രക്ഷിക്കാമെന്ന് അഗ്നി പറഞ്ഞത് ഞാനും കേട്ടതാണല്ലോ. പിന്നെ എന്തിനാ ഇങ്ങനെ പിന്നെ ഇത് പറഞ്ഞ് ഇങ്ങനെ ദുഃഖിക്കണത് എന്തിനാണ്? എന്താ അതിൻ്റെ അർത്ഥം? അങ്ങയ്ക്ക് അഗ്നിദേവനെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ലേ? അഗ്നിദേവനെ അങ്ങയ്ക്ക് വിശ്വാസം ഇല്ലേ എന്ന് ചോദിച്ചു. ലോകപാലകനാണ് അഗ്നിദേവൻ്റെ വാക്ക് അദ്ദേഹം വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കാതിരിക്കുമോ? ഒന്നും മിണ്ടാതിരുന്നൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ടു. ലഭിതയ്ക്ക് ആദ്യ ഭാര്യയെക്കുറിച്ച് മന്ദബാലൻ ദുഃഖിക്കുന്നതാക്കണ അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല. അതാണ് സപത്നി അല്ലേ? ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പക്ഷികളുടെ കഥയല്ല, ശരിക്കും സമൂഹത്തിൽ ഇന്നും നടക്കുന്ന കഥകളാണ്. അത് ഇങ്ങനെ ഉള്ള കഥകളിൽ കൂടി നമുക്ക് വ്യാസഭഗവാൻ പറഞ്ഞു തരികയാണ് ചെയ്യണത്. ഇത് കേവലം 2-3 കിളികളുടെയും കഥയായിട്ടല്ല കേൾക്കേണ്ടത്. ഇങ്ങനെ മനുഷ്യരിൽ ഉണ്ടല്ലോ എത്രയോ പേരും പ്രശസ്തിയും പണവും പ്രതാപവും ഒക്കെയുള്ള ആളുകളുടെ കഥ ഇതേപോലെ നമ്മൾ കേൾക്കുന്നുണ്ട്, ഇപ്പോഴും കേൾക്കുന്നുണ്ട് ഇല്ലേ? അപ്പം അത് അങ്ങനെ ആലോചിക്കണം ഈ കഥ കേൾക്കുമ്പോൾ. ഇപ്പം ഈ ലഭിതയ്ക്ക് ഈ ആദ്യ ഭാര്യയും മക്കളെ ഓർത്ത് മന്ദബാലൻ അങ്ങനെ ദുഃഖിച്ചിരുന്ന് പറയുമ്പോൾ ലഭിതയ്ക്ക് ദേഷ്യം വന്നു. ഒട്ടും പിടിച്ചില്ല. മക്കളെ ഓർത്താണെങ്കിൽ പിന്നെയും സഹിക്കാം എന്നാണ് ലഭിത പറയണത്. അതാണ് ഈ സപത്നി സ്വഭാവം. എൻ്റെ ശത്രുവായിരിക്കുന്ന അവളോട് മുമ്പുണ്ടായിരുന്ന അത്രയും സ്നേഹം ഇപ്പം എന്നോട് നിങ്ങൾക്കില്ല. അവളോട് പണ്ടുണ്ടായിരുന്ന ആ സ്നേഹമൊന്നും നിങ്ങൾക്ക് എന്നോടില്ല. അതല്ലേ ഇങ്ങനെ ഇരുന്ന് പറയണത് എന്ന് അവൾ ചോദിക്കണത്. അവളെ പറ്റി ഇത്രയും സങ്കടവും സ്നേഹവും ഒക്കെ ആണെങ്കിൽ അവളുടെ അടുത്തേക്ക് തന്നെയാണ് പൊക്കോളൂ. ആ ജരിതയുടെ അടുത്ത് പോയി സുഖമായിട്ട് കഴിഞ്ഞോളൂ. ഞാനിവിടെ എങ്ങനെയും കഴിഞ്ഞോളാം. ഞാൻ അടുത്തുള്ളപ്പോഴും പഴയ സ്നേഹവും വെച്ചിട്ട് ഇങ്ങനെ ദുഃഖിക്കണ നിങ്ങൾ കുപുരുഷനാണ് എന്നാണ് ലഭിത പറയണത്. കുപുരുഷൻ. ഇങ്ങനെയുള്ളവർ കൂടെ ഉണ്ടായിട്ട് എനിക്കെന്താ ഒരു കാര്യം? ആർക്കായാലും സ്വന്തം ഭർത്താവ്, ഇത് നേരെ തിരിച്ചും പറയാം, ഭാര്യയായാലും മറ്റൊരാളോട് അധിക അടുപ്പവും സ്നേഹവും ഒക്കെ പ്രകടിപ്പിക്കുന്നു എന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ദേഷ്യവും നിരാശയും ആശങ്കയും ഒക്കെ ആണ് ഇവിടെ ലഭിത ഈ കാണിക്കുന്നത്. മനുഷ്യരുടെ കഥയെടുക്കൂ. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഒരാൾ വേറൊരാളോട് അധികം താല്പര്യം കാണിക്കുന്നത് കണ്ടാൽ മറ്റേ ആളുടെ വിഷമം എന്തായിരിക്കും? അതാണ് ഇവിടെ കാണിക്കുന്നത്. ധർമ്മത്തെക്കാളും ഈ കാമം മുമ്പോട്ട് നിൽക്കുമ്പോഴാണ് ഈ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് അല്ലേ? സ്വന്തം ധർമ്മത്തെക്കുറിച്ച് ബോധമുള്ളവർ അങ്ങനെ ചെയ്യില്ല. ഇങ്ങനെ കാമം മുമ്പോട്ട് നിൽക്കുമ്പോഴാണ് ഇതുപോലെയുള്ള ആസക്തിയൊക്കെ ഉണ്ടാകുന്നത്. ഇത് കാരണം ഈ സ്വന്തം മക്കളുണ്ടെങ്കിൽ മക്കൾക്കുണ്ടാവുന്ന വിഷമവും അവരുടെ ആ മനസ്സും ഒന്നും ഈ അച്ഛനും അമ്മയും ഒന്നും ചിന്തിക്കാറില്ല അല്ലേ? അതാണ് ഇവിടെ വ്യാസൻ നമുക്ക് കാണിച്ചു തരുന്നത്. മന്ദബാലന് ലഭിതയുടെ വാക്ക് കേട്ട് വലിയ സങ്കടമായി. അയാൾ പറഞ്ഞു,
എനിക്ക് സന്താനങ്ങളുണ്ടാവണം എന്നും കരുതി മാത്രമാണ് ഞാൻ ഈ ലോകത്തേക്ക് വന്നത്. പഴയത് മറന്ന് പുതിയതിനെ തേടി പോണ ഈ സുഖിമാന്മാർക്ക്, സുഖം തേടി നടക്കുന്നവർക്ക് ഇതൊരു പാഠമാണ് എന്നാണ് മന്ദബാലൻ പറയണത്. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്നില്ലേ, അവിടെ ചെല്ലുമ്പോഴേ അവിടുത്തെ പ്രശ്നങ്ങൾ അറിയുള്ളൂ. അല്ലെങ്കിലും മക്കളുണ്ടായാൽ പിന്നെ ഭർത്താവിൻ്റെ കാര്യത്തിലൊന്നും സ്ത്രീകൾക്ക് ഒരു ശ്രദ്ധയില്ല എന്നാണ് മന്ദബാലൻ പറയണത്. സ്ത്രീകളുടെ സ്നേഹമൊക്കെ അത്രയേ ഉള്ളൂ എന്നാണ് മന്ദബാലൻ. മക്കളോട് ചേർന്ന് ഭർത്താവിനെയൊക്കെ ഒറ്റപ്പെടുത്തുന്ന സ്ത്രീകൾ ധാരാളം ഇപ്പോഴും ഉണ്ട് സമൂഹത്തിൽ. നമ്മൾ എന്തെല്ലാം വാർത്തകളാണ് കേൾക്കുന്നത് അല്ലേ? മന്ദബാലൻ അന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇത് വ്യാസഭഗവാൻ അന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്, മന്ദബാലനെ കൊണ്ട് പറഞ്ഞു വെപ്പിച്ചിട്ടുണ്ട്. പതിവ്രതയായ ആ ജരിതയുണ്ടല്ലോ, ആ ജരിതയെ ഉപേക്ഷിച്ച് നിന്നെ പോലെയുള്ളവരുടെ കൂടെ പോകുന്ന എന്നെ പറഞ്ഞാൽ മതി എന്നൊക്കെ ഇങ്ങനെ മന്ദബാലൻ പറയാതിരുന്നിട്ട് ഞാൻ ബുദ്ധിശൂന്യനായിപ്പോയി. എൻ്റെ വിഷമം എന്താണെന്ന് നിനക്ക് അറിയില്ല. അങ്ങനെ ഇരുന്ന് പറയണതിൻ്റെ ഇടയ്ക്ക് കുറേ കഴിഞ്ഞപ്പോൾ ഈ കാട്ടുതീയൊക്കെ ഒന്ന് ഒതുങ്ങി, തീയും പുകയും ഒക്കെ ഒന്ന് ശമിച്ച്, ചൂടൊക്കെ ഒന്ന് ശമിച്ച് കഴിഞ്ഞപ്പോൾ ആ നേരത്ത് മന്ദബാലൻ അതിശീഘ്രം പറന്നുപോയി മക്കളുടെ അടുത്തേക്ക്. മന്ദബാലൻ അവിടെ എത്തുന്നതിന് കുറച്ച് മുമ്പ് തന്നെ ജരിതയും അവിടെ എത്തിയിട്ടുണ്ട്. ജരിതയും ഇതുപോലെ ഈ തീയൊക്കെ കെട്ടടങ്ങി ഒന്ന് ശമിച്ചു എന്നൊക്കെ കണ്ടപ്പോൾ ജരിത വേഗം വന്നു കുട്ടികളുടെ അടുത്തേക്ക്. കാട്ടുതീയിൽ പെടാതെ സുരക്ഷിതരായിരിക്കുന്ന ആ മക്കളെയാണ് ജരിത കണ്ടത്. എന്ത് സന്തോഷമായിട്ടുണ്ടാവും അല്ലേ ആ അമ്മയ്ക്ക്. സന്തോഷവും സമാധാനവും, സന്തോഷം കൊണ്ട് കണ്ണുനീര് പൊഴിച്ചു ജരിത എന്നാണ് പറയണത്. പക്ഷേ ഈ ജരിതയും മക്കളും ഉണ്ടല്ലോ, മന്ദബാലനെ കണ്ടു എന്ന് നടിച്ചില്ല. എന്ന് വെച്ചാൽ തങ്ങളെ അനാഥരാക്കി പോയതല്ലേ, മിണ്ടാൻ തോന്നുമോ ആർക്കെങ്കിലും? ഇങ്ങനെയുള്ള ആപത്തുകളിലൊക്കെ പെട്ട് ബുദ്ധിമുട്ടി അങ്ങനെ കഴിഞ്ഞതാകുമ്പം നമ്മൾ മനുഷ്യന്മാരാണെങ്കിലും ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ മിണ്ടുവോ? ഇല്ല. മനുഷ്യ ജീവിതത്തിലും ഇതൊക്കെ തന്നെ. എങ്ങനെ ഒരാളെ വഞ്ചിച്ചിട്ട് മറ്റൊരാളുടെ അടുത്തേക്ക് സുഖം തേടി പോണവർക്ക് ജീവിതം മംഗളകരമാവില്ല എന്നാണ് ഈ കഥയെന്ന് മനസ്സിലാവേണ്ടത്. താൽക്കാലിക സുഖം മാത്രമേ ഉണ്ടാവുള്ളൂ. ആ പോകുമ്പോൾ ഒരു രസമൊക്കെ തോന്നും, പോയി കുറച്ച് കാലത്തേക്ക് നല്ല സുഖമാണ്, അവിടത്തേക്കാളും സുഖമാണ് ഇവിടെ എന്നൊക്കെ, ഇവളുമായിട്ട് നല്ല രസമാണ് എന്നൊക്കെ ആദ്യം തോന്നും. പിന്നെയാണ് ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുക എന്നാണ് പറയണത്. പിന്നീട് ദുഃഖം മാത്രമേ ആണ് ബാക്കി എന്നാണ്. ആ ജരിതയും മന്ദബാലനോട് ഒന്നും മിണ്ടിയില്ല, ഒരു സന്തോഷവും കാണിച്ചു ഇല്ല, എന്നാൽ സന്തോഷവും കാണിച്ചില്ല, ചീത്ത പറഞ്ഞുമില്ല, ഒന്നും മിണ്ടിയില്ല. അവഗണന, അതാണ് അവഗണന ഉള്ളതാണ് ഏറ്റവും വലിയ സങ്കടം എന്ന് നമുക്കറിയാം അല്ലേ? പിന്നീട് അയാൾ ഈ മക്കളോട് ചോദിച്ചു, നിങ്ങളിലെ ആരാ മൂത്തയാൾ, ആരാ ഇളയാൾ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഈ കുട്ടികളൊന്നും മിണ്ടിയില്ല. അപ്പോൾ ജരിത പറഞ്ഞു, ഈ കുട്ടികളൊന്നും ജരിതയും മക്കളും ഒന്നും മിണ്ടിയില്ല. അപ്പോൾ അയാൾ ചോദിച്ചു, നിങ്ങൾ ആരും ഒന്നും എന്നോട് മിണ്ടാത്തത് എന്താ എന്ന് മന്ദബാലൻ അവരോട് ചോദിച്ചു. അപ്പോൾ ജരിത മിണ്ടി. ജരിത പറഞ്ഞു, ഞങ്ങളെ ഇട്ടിട്ട് പോയവർക്ക് ഇതിൽ മൂത്തവനാരായാലെന്താ, ഇളയാളാരായാലെന്താ, അതറിഞ്ഞിട്ടിപ്പോൾ എന്താ ആവശ്യം, എന്ത് വേണം, എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് പോകുന്നത്? അല്ല വിതയുടെ അടുത്തേക്ക് തന്നെ പോയിക്കൂടെ? അവൾ നല്ല ചെറുപ്പക്കാരിയും സുന്ദരിയും സുമുഖിയും ഒക്കെയല്ലേ, അതല്ലേ എന്നെ ഇട്ടിട്ട് പോയത്? ദാമ്പത്യത്തിൽ പരസ്പര വിശ്വാസവും സ്നേഹവും പുലർത്താഞ്ഞാൽ ഉള്ള വിഷമങ്ങളാണ് അതാണ് വേണ്ടത്, അല്ലെങ്കിലുള്ള വിഷമങ്ങളാണിതെല്ലാം എന്നൊക്കെ പറഞ്ഞു. മന്ദബാലൻ പറഞ്ഞു, സ്ത്രീകൾ ഇങ്ങനെ ചെയ്യുന്നതിൽ അത്ഭുതമൊന്നുമില്ല, ഞാൻ പുത്രൻ ഉണ്ടാവാൻ വേണ്ടി മാത്രമാണ് അവളെ സമീപിച്ചത് എന്നൊക്കെ ന്യായീകരണം ഒക്കെ പറഞ്ഞു. എനിക്ക് പുത്രന്മാർ വേണം എന്ന് വിചാരിച്ചിട്ടാണ് അവളെ, ഇപ്പോൾ ഇവിടെ നിന്നാലും പുത്രന്മാരുണ്ടാവില്ലേ, അതൊക്കെ വെറുതെ ന്യായീകരണങ്ങളാണ്. അതിനൊന്നും ഇവർ കേട്ടുവെന്ന്, അതൊന്നും അയാൾ പറഞ്ഞതൊന്നും ഇവർ കേട്ടുവെന്ന് നടിച്ചില്ല. അപ്പോൾ മന്ദബാലൻ പറഞ്ഞു,
നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളെ പറ്റി ചിന്തിക്കാതെ ഒന്നുമല്ല ഞാൻ കഴിഞ്ഞത്. ഞാൻ അഗ്നിദേവനെ നേരിട്ട് കണ്ട് നിങ്ങളെ രക്ഷിക്കണം എന്ന് അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചു. അഗ്നിദേവൻ എനിക്ക് വാക്കും തന്നിരുന്നു നിങ്ങളെ രക്ഷിക്കാമെന്ന്. പിന്നെ എൻ്റെ ഭാര്യ ധർമ്മജ്ഞ ആയതുകൊണ്ടും കൂടിയാണ് ഈ കുട്ടികൾ രക്ഷപ്പെട്ടത്. അത് ജരിതയ്ക്ക് കൊടുത്ത ഒരു എന്താണ് പറയുക, ഇപ്പോൾ എനിക്കൊരു വാക്ക് കിട്ടണില്ല. അങ്ങനെയാണ് മന്ദബാലൻ പറയണത്. എൻ്റെ ഭാര്യ ധർമ്മത്തിൽ നിന്നാണ് ഇവിടെ ചലിക്കാത്തവളാണ്, അതുകൊണ്ട് കൂടിയാണ് ഈ കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടത്. പിന്നെ അഗ്നിദേവൻ വാക്കു തന്നിരുന്നു. 2-3 കാര്യങ്ങൾ കൊണ്ടാണ് കുട്ടികൾ രക്ഷപ്പെട്ടത് എന്നാണ് മന്ദബാലൻ പറയണത്. പിന്നെ 3-ാമത്തെ കാര്യം, ഈ കുട്ടികളുണ്ടല്ലോ നല്ല വീരന്മാരായ മക്കളാണ് നിങ്ങൾ, അതുകൊണ്ടും ആപത്തൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. നിങ്ങളോട് ദ്രോഹം ചെയ്തത് ഓർത്തിട്ട് എന്നോട് നിങ്ങൾക്കൊരു വിരോധവും തോന്നല്ലേ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് മന്ദബാലൻ ദൂരേക്ക് പറന്നു പോയി എന്നാണ് പറയണത്, എന്നാണ് കഥ. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ഈ കാമം മുമ്പോട്ട് നിൽക്കുന്ന വിചാരങ്ങളൊക്കെ വരുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം എന്നാണ് ഈ കഥ നമ്മളോട് പറയണത്. ധർമ്മമാണ് മുമ്പിൽ വേണ്ടത് എന്നാണ് പറയണത്. എല്ലാവർക്കും കഥ ഇഷ്ടമായി. ഞാൻ അത്യാവശ്യം എല്ലാ പോയിൻറ്റും പറഞ്ഞു എന്നാണ് വിചാരിക്കണത്. ഈ കഥ അറിയാവുന്നവരെ ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് സൂചിപ്പിക്കുക. മറ്റൊരു കഥയായിട്ട് എല്ലാവർക്കും അടുത്ത ആഴ്ച വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.